വിദേശ വാർത്തകൾ. പുതിയ തീരുവ പ്രഖ്യാപനത്തിന് ശേഷം 50-ലധികം രാജ്യങ്ങൾ ചർച്ചകൾക്കായി യുഎസിനെ സമീപിച്ചതായി വൈറ്റ് ഹൗസ്. പ്രഖ്യാപനത്തിന് ശേഷം യുഎസ് ഓഹരി വിപണികളിൽ $6 ട്രില്യൺ ഇടിവാണ് രേഖപ്പെടുത്തിയത്. താരിഫിനെ പിന്തുണയ്ക്കുന്നതായി യുഎസ് ട്രഷറി സെക്രട്ടറി സ്ലോട്ട് ബെസന്റ് സ്വകാര്യ വാർത്താ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ അറിയിച്ചു. യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരെ രാജ്യത്ത് വ്യാപക പ്രതിഷേധം. ട്രംപിന്റെ ഭരണ, സാമ്പത്തിക, വ്യാപാര പരിഷ്കാരങ്ങൾക്കെതിരെ ആയിരങ്ങൾ തെരുവിലിറങ്ങി പ്രതിഷേധിച്ചു. ന്യൂയോർക്ക്, ഫ്ലോറിഡ, ഹൂസ്റ്റൺ തുടങ്ങി 5ഓളം നഗരങ്ങളിലാണ് ഹാൻഡ്സ് ഓഫ് എന്ന പേരിൽ വ്യാപക പ്രതിഷേധം നടന്നത്. ഗാസയിൽ തടവിലുള്ള ബന്ദികളെ മോചിപ്പിക്കുന്നതിൽ അനിശ്ചിതത്വം തുടരുന്നു. ഹമാസുമായി ചർച്ച നടത്തണമെന്നാവശ്യപ്പെട്ട് ഇസ്രായേലിൽ ജനങ്ങളുടെ പ്രതിഷേധം തുടരുകയാണ്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇന്ന് അമേരിക്ക സന്ദർശിക്കാനിരിക്കെയാണ് പ്രതിഷേധം. രാജ്യാതിർത്തിയിൽ ചൈനീസ് പട്ടാളത്തിന്റെ സാന്നിധ്യം വീണ്ടും സ്ഥിരീകരിച്ച് തായ്വാൻ. ഒരു ചൈനീസ് വിമാനവും 8 കപ്പലുകളുമാണ് തായ്വാൻ അതിർത്തിയിൽ കണ്ടെത്തിയത്. ചൈനീസ് പട്ടാളത്തിന്റെ സാന്നിധ്യം ആശങ്കയോടെയാണ് കാണുന്നതെന്ന് തായ്വാൻ പ്രതികരിച്ചു. ജപ്പാനിൽ മെഡിക്കൽ ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെട്ട് ഒരു ഡോക്ടർ ഉൾപ്പെടെ 3 പേർ കൊല്ലപ്പെട്ടു. സുഷിമ വിമാനത്താവളത്തിൽ നിന്നും ഫുക്കുവോക്കയിലേക്ക് പുറപ്പെട്ട വിമാനം നാഗസാക്കിയിലെത്തവേ തകർന്നു വീഴുകയായിരുന്നു. ഹെലികോപ്റ്ററിലുണ്ടായ മറ്റ് 3 പേരെ രക്ഷപ്പെടുത്തി.